കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് ഓണച്ചന്ത സജീവമാകുമ്പോൾ വിലക്കയറ്റവും കുതിക്കുന്നു. അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾക്ക് വില ഉയരുകയാണ്. ഓണക്കാല വിപണിയിലേക്ക് കേരളം കടക്കുമ്പോൾ അരിവില വീണ്ടും ഉയരുകയാണ്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ പ്രധാന നെല്ലുൽപാദന സംസ്ഥാനങ്ങളിൽ മഴക്കുറവും ജലലഭ്യതയും കുറവും കാരണം കൃഷി അനിശ്ചിതത്വത്തിലായതാണ് പ്രധാന കാരണം. നിരവധി കർഷകർ ഇത്തവണ കൃഷി ഇറക്കാതിരുന്നതും വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ഓണക്കാലത്ത് അരിവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. അതേസമയം വില കൃത്രിമമോ അമിത സംഭരണമോ നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഇതിനൊപ്പം കേരളത്തിലെ തേങ്ങ ഉൽപാദനം കുറഞ്ഞതോടെ വെളിച്ചെണ്ണ വിലയും ലിറ്ററിന് ഏകദേശം 10 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. വിപണിയിലെ സമ്മർദ്ദം കുറയ്ക്കാൻ FCIയുടെ ഓപ്പൺ മാർക്കറ്റ് സെയിൽ പദ്ധതിയിലൂടെ കൂടുതൽ അരി ലഭ്യമാക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോഴിത്തീറ്റയ്ക്ക് വില കൂടിയതോടെ കോഴിയിറച്ചിക്കും മുട്ടയ്ക്കും വില കുതിച്ചുയരുന്നു. വിൽപ്പന കുറഞ്ഞതായും വ്യാപാരികൾ. കോഴിത്തീറ്റയുടെ വില കുത്തനെ ഉയർന്നതോടെ സംസ്ഥാനത്ത് കോഴിയിറച്ചിക്കും മുട്ടയ്ക്കും വില വർദ്ധിച്ചു. 50 കിലോഗ്രാം കോഴിത്തീറ്റയുടെ ഒരു ചാക്കിന് 500 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 1350 രൂപയായിരുന്ന ചാക്കിനിപ്പോൾ 1850 രൂപയാണ് വില. ഇതോടെ കോഴിയിറച്ചിയുടെ വില കിലോയ്ക്ക് 240 മുതൽ 250 രൂപ വരെയായി. തീറ്റ നിർമ്മാണത്തിനാവശ്യമായ ചോളം, സോയാബീൻ, ഗോതമ്പ്, ഉണക്കമീൻ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് പ്രധാന കാരണമെന്ന് വിലയിരുത്തുന്നു. ചോളം, എഥനോൾ നിർമ്മാണത്തിന് കൂടുതൽ ഉപയോഗിക്കുന്നതും ഉൽപാദനം കുറയുമെന്ന ആശങ്കയും തിരിച്ചടിയായി. കോഴിമുട്ടയുടെ വിലയും ഒന്നിന് 8 രൂപ 50 പൈസയായി ഉയർന്നു. വിലക്കയറ്റത്തെ തുടർന്ന് കോഴിയിറച്ചിയുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞതായും വ്യാപാരികൾ പറയുന്നു. ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും വാങ്ങുന്ന അളവ് കുറച്ചതും വിപണിയെ ബാധിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി ലേല വിപണിയിൽ മികച്ച ഗുണമേന്മയുള്ള തേയിലയ്ക്ക് വീണ്ടും വിലക്കയറ്റം. ആഭ്യന്തര ബ്ലെൻഡർമാരുടെയും കയറ്റുമതിക്കാരുടെയും ശക്തമായ വാങ്ങൽ താൽപര്യമാണ് വില ഉയരാൻ കാരണമായത്. കൊച്ചി തേയില ലേലത്തിൽ മികച്ച ഗുണമേന്മയുള്ള തേയിലകളുടെ വില ഉയർന്നു. ആഭ്യന്തര ബ്ലെൻഡർമാരും കയറ്റുമതിക്കാരും ശക്തമായ വാങ്ങൽ നടത്തിയതോടെയാണ് വില വർദ്ധിച്ചത്. പ്രത്യേകിച്ച് ഉയർന്ന നിലവാരമുള്ള ഓർത്തഡോക്സ് CDC ഇനങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് അനുഭവപ്പെട്ടത്. വിദേശ വിപണികളിൽ നിന്ന് ലഭിക്കുന്ന മികച്ച ആവശ്യകതയും പ്രീമിയം തേയിലകളോടുള്ള താൽപര്യവും വിലക്കയറ്റത്തിന് പിന്തുണ നൽകി. അതേസമയം ഗുണനിലവാരം കുറഞ്ഞ തേയിലകൾക്ക് ആവശ്യകത താരതമ്യേന കുറവായിരുന്നു. മികച്ച നിലവാരമുള്ള തേയില ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടങ്ങൾക്കും കർഷകർക്കും ഈ വില വർധന ഗുണകരമാകുമെന്നാണ് വിപണി വിലയിരുത്തൽ. വരും ആഴ്ചകളിലും ആവശ്യകത തുടർന്നാൽ കൊച്ചി ലേലത്തിൽ വില ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.